മുഖത്തല വിവേകാനന്ദ സാംസ്കാരിക വേദിയുടെ വിവേകാനന്ദ ജയന്തി സന്ദേശ സമ്മേളനവും പുരസ്കാര വിതരണവും നടന്നു. കുണ്ടറ പ്രസ് ക്ലബ്ബിൽ നടന്ന പരിപാടി PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. സ്വാമി വിവേകാനന്ദൻ പ്രായോഗിക വേദാന്തത്തിന്റെ മാർഗദർശിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഗൗരവത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അറിവ് ആർജിക്കപ്പെട്ടവർ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവരെ ഞാൻ രാജ്യദ്രോഹി എന്ന് വിളിക്കും എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. നമുക്ക് പ്രാപ്യമായ അറിവ് നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങളുടെ സൗകര്യം കൊണ്ട് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ എന്നാൽ അത് പ്രാപ്യമാകാത്ത ഒരു സമൂഹത്തിന് നമുക്ക് ലഭിച്ച അറിവ് കൈമാറുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റാത്ത ആളുകളെ അവർ രാജ്യദ്രോഹികളാണ് എന്ന് ഞാൻ അവരെ വിശേഷിപ്പിക്കും എന്ന് സ്വാമി വിവേകാനന്ദൻ പറയുകയുണ്ടായി. ഇന്ന് കാണുന്ന കേരള സമൂഹം ഇങ്ങനെ ആകുന്നതിൻ്റെ പിന്നിലൊരു വലിയ ചരിത്രമില്ലേ? ഇവിടെ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും വാഗ്ഭടാനന്ദനും സഹോദരൻ അയ്യപ്പനും ക്രൈസ്തവ മിഷണറിമാരും വിവിധ സാമൂഹിക വക്കം അബ്ദുൽ ഖാദർ മൗലവിയും വിവിധ സാമൂഹിക സാംസ്കാരിക നവോത്ഥാന മുന്നേറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് കേരളം ഇന്ന് കാണുന്ന കേരളമായി മാറിയത്. എന്നാൽ ഉച്ചനീചത്വങ്ങൾ നിറഞ്ഞാടിയിരുന്ന കേരള സമൂഹത്തിൽ ആ ഉച്ചനീചത്വങ്ങളെ, സാമൂഹികമായ അനാചാരങ്ങളെ മനസ്സിലാക്കി കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം ഞെട്ടിത്തെറിക്കുകയും ഒരു സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ സാഹചര്യം ഉയർന്നു വന്നിരിക്കുന്നു എന്ന് അവബോധത്തിലേക്ക് വരികയും ചെയ്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു നാട്ടുനടപ്പ്, ആചാരം എന്ന നിലയിൽ കൊണ്ടു നടക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഇത് നാട്ടുനടപ്പല്ല, ഇത് ആചാരവുമല്ല, ഇതെന്താണ്? ഇത് ഭ്രാന്താണ്. നാൽക്കാലികൾക്ക് നടന്നു പോകാൻ കഴിയുന്ന, നായ്ക്കൾക്ക് നടന്നു പോകാൻ കഴിയുന്ന വഴിയിൽ അവർണരെന്ന് മുദ്രകുത്തി മനുഷ്യർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന സമീപനം ഈ നാട്ടിലുണ്ടായിരുന്നു. അപ്പോ നായ്ക്ക് പോകാം, മനുഷ്യന് പോകാൻ പാടില്ല, എല്ലാ മനുഷ്യർക്കും പോകാൻ പാടില്ല. അപ്പൊ അത് കണ്ടിട്ടാണ് ഇത് ഭ്രാന്താലയമാണെന്ന് അദ്ദേഹം പറഞ്ഞത്. പിൽക്കാലത്ത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാട്ടങ്ങളുണ്ടായി. മഹാത്മാഗാന്ധിയുടെ, ശ്രീനാരായണ ഗുരുദേവന്റെ ആശീർവാദത്തിൽ വൈക്കം സത്യാഗ്രഹം 1924 ആരംഭിച്ചു. TK മാധവൻ, മന്നത്ത് പത്മനാഭൻ, EV രാമസ്വാമി നായ്ക്കർ അവരെല്ലാം പല ഘട്ടങ്ങളിൽ അതിൻ്റെ നേതൃത്വങ്ങളിലേക്ക് വന്നു. പിന്നീട് ക്ഷേത്രപ്രവേശന വിളംബരം 1936 ഉണ്ടായി. എല്ലാവർക്കും ക്ഷേത്രങ്ങളിൽ കയറാനുള്ള പ്രഖ്യാപനമുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത് അതിനെല്ലാം മുന്നാണ് സ്വാമി വിവേകാനന്ദ പുരസ്കാര ജേതാവ് കുളത്തൂർ രവി അധ്യക്ഷനായി. ഭാരത സർക്കാർ വിവേകാനന്ദ ജയന്തി ദേശീയ യുവജന ദിനമായി ആചരിക്കാനായി തീരുമാനിച്ചത്. 1985 മുതൽ ഭാരതം ദേശീയ യുവജന ദിനമായി യുവപ്രഭാവനായ വിവേകാനന്ദ ജന്മദിനം ആചരിച്ചു വരികയാണ്. ദീർഘമായ ഒരു സംസാരത്തിന് ഞാൻ മുതലല്ല നമ്മുടെ പ്രിയങ്കരനായ MLAക്ക് ഇതിനെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. വിവേകാനന്ദ ദർശനങ്ങളുടെ മാതൃക പിന്തുടർന്ന് വിവേകാനന്ദന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി രൂപം നൽകിയിട്ടുള്ള മുഖത്തല വിവേകാനന്ദ സാംസ്കാരിക സമിതി വർഷങ്ങളായി വിവേകാനന്ദന്റെ പേരിൽ പുരസ്കാരങ്ങൾ നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷം എനിക്കാണ് അത് ലഭിച്ചത്. നിരവധി ജീവകാരുണ്യ പ്രവർത്തനം, അനവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നൂറുകണക്കിന് വ്യക്തികൾക്ക് ഓണത്തിനും മറ്റ് വിശേഷാവസരങ്ങളിലും
ഓണത്തിനും മറ്റ് വിശേഷ അവസരങ്ങളിലും ഭക്ഷ്യക്കിറ്റുകൾ കൊടുക്കുകയും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നമ്മുടെ ആരോഗ്യ പ്രവർത്തക ശ്രീമതി സാജിദ ജയാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിരവധി ജീവകാരുണ്യ പ്രവർത്തനം നടക്കുന്ന വിവേകാനന്ദ സാംസ്കാരിക സമിതിയുടെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ തവണയും നമ്മുടെ വിവേകാനന്ദ ജന്മദിന ആഘോഷങ്ങൾ 1 മാസം നീണ്ടു നിന്ന ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചത്. അതിന്റെ പരിസമാപ്തി ബഹുമാന്യനായ ശ്രീ PC വിശ്വനാഥ് MLA ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അരുൺ അലക്സ്, PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ ചെയർമാൻ V വിശ്വജിത്ത്, വേദി പ്രസിഡന്റ് ശശി തറയിൽ, സാഹിത്യകാരൻ പുന്തലത്താഴം ചന്ദ്രബോസ്, VP സാബു, ദാസ് കൊറ്റങ്കര, ജിജിമോൻ മുളവന തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കേരള പ്രൈം ടുഡേ.